അവർ സപ്പോർട്ടല്ല പ്രതീക്ഷിക്കുന്നത്, അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത് കെയറാണ്. അവർക്ക് നമ്മളൊരു കെയർ കൊടുക്കുന്നുണ്ട് എന്നൊരു ഫീൽ വേണം. ഹായ്, എൻ്റെ പേര് സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. പെണ്ണുങ്ങൾ, സ്ത്രീകളുടെ വാൺസാണ്. ആണുങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ പറഞ്ഞതെല്ലാം സ്ത്രീകൾ മനസ്സിലാക്കാനാണ്. ഇപ്പോൾ പുരുഷന്മാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, സ്ത്രീകൾ എപ്പോഴും നമ്മളിൽ നിന്നൊരു സപ്പോർട്ട് അവർ പ്രതീക്ഷിക്കില്ല. അവർക്ക് ചിലപ്പോൾ അവരുടെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി നീ പാറി നിൽക്ക് ഞാൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടോളുന്നില്ല. ചില സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാം, മിക്ക സ്ത്രീകൾക്ക് അത് ഇഷ്ടപ്പെട്ടോളുന്നില്ല. അതുപോലെ അവർ തുണി കഴുകുമ്പോൾ നീ മാറി നിൽക്ക് ഞാൻ തുണി കഴുകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളുന്നില്ല. കാരണം അവർ സപ്പോർട്ടല്ല പ്രതീക്ഷിക്കുന്നത്, അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത് കെയറാണ്. അവർക്ക് നമ്മളൊരു കെയർ കൊടുക്കുന്നുണ്ട് എന്നൊരു ഫീൽ വേണം. അപ്പോൾ ആ കെയർ, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലിങ്ങനെ വെച്ച് നടന്നാൽ പോരാ, അതിങ്ങനെ വാക്കിലൂടെ പറഞ്ഞാൽ പോരാ, അത് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ കെയറിൻ്റെ വളരെ പ്രധാനമായ പാർട്ടാണ് ഒന്ന്, ഇടയ്ക്കിടെ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക. അത് ചെറുതായാലും പ്രശ്നമല്ല, ചെറിയ ഒരു 100 രൂപയുടേതാണെങ്കിലും പ്രശ്നമല്ല. ആ ഗിഫ്റ്റ് അവർ ചിലപ്പോൾ അത് ഉപയോഗിക്കില്ല, എന്നാലും അവരെ മനസ്സിലൊരു ഫീൽ വരും, എൻ്റെ ഭർത്താവ് എന്നെ എപ്പോഴും കെയർ ചെയ്യുന്നുണ്ട്, എവിടെ നിന്ന് വരുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്നൊരു ഫീൽ അവർക്ക് വരും. അതുകൊണ്ട് ഗിഫ്റ്റ് വളരെ പ്രധാനമാണ്. വാല്യൂ എപ്പോഴും നമ്മളെ ഭാര്യമാർക്ക് ഒരു വാല്യൂ കൊടുക്കണം. നമ്മളെ പെങ്ങന്മാരുടെ മുമ്പിൽ, അതുപോലെ നമ്മളെ ഉമ്മയുടെ മുമ്പിൽ, നമ്മളെ കസീൻസ്, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു സ്ത്രീകളുടെ മുമ്പിൽ അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കൂടുതൽ ആണുങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ് എല്ലായിടത്തും ഭാര്യയെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഭാര്യയെ കുറവാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലൊരു നൊമ്പലുണ്ടാവും, ഭർത്താക്കന്മാരുള്ള സ്നേഹം കുറഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും എവിടെ പോയാലും ഭാര്യയാണ്, അവരെല്ലാവരും അവരുടെ ബാപ്പയെ, അവരുടെ ഉമ്മയെ, അവരുടെ കുടുംബത്തൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെല്ലാം മാറിയിട്ട് നമ്മളെ കൂടെ വന്നവരാണ് അവർ, നമ്മളെ ഭർത്താവായ സ്വീകരിച്ച് നമ്മളെ വീട്ടിലെത്തിയവരാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മളെ കുടുംബത്തിൽ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. അതുപോലെയുള്ള ഒരു വാല്യൂ, ഒരു പരിഗണന, ഒരു കൂടുതൽ പരിഗണന നമ്മളെ ഭാര്യമാർക്ക് എല്ലാ സ്ഥലത്തും, പോയ സ്ഥലത്തും നമ്മുടെ കുടുംബ വീട്ടിലും ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കും നമ്മൾ കൊടുത്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ഭാര്യമാർ നമ്മളെ കൂടെ നിൽക്കും. പിന്നെ വരുന്നത് ഭാര്യമാർക്ക് നമ്മൾ ചെയ്യും ടൈം ടു ടോക്ക്. സ്ത്രീകൾക്ക് എന്ത് ടെൻഷൻ ആയി കഴിഞ്ഞാലും അവർക്ക് സംസാരിക്കാൻ ഒരാൾ വേണം. ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ആണുങ്ങൾ സൈക്കോളജി എന്ന് വെച്ചാൽ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാറി നിൽക്കണം, ഒറ്റക്ക് നിൽക്കണം. അപ്പോൾ സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ആണുങ്ങൾ ആ സമയത്ത് അവർ ശല്യപ്പെടുത്താൻ പോകരുത്. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ ചിന്തിച്ചോട്ടെ. കുറച്ച് കഴിയുമ്പോൾ അവർ റിലാക്സേഷൻ കിട്ടും, അവർക്ക് അവരുടെ ടെൻഷനിൽ നിന്ന് അവർ റിലീസായി ഒന്ന് വീണ്ടും തിരിച്ചു വരും. അല്ല നമ്മൾ അവിടെ കയറി ചെന്ന് അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എന്താണ് പറയൂ എന്ന് പറഞ്ഞ് ശണ്ട പിടിക്കാനൊക്കെ പോയാൽ കോപം വരും, ചിലപ്പോൾ പ്രശ്നം വരും. നേരെ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് ടെൻഷൻ വരുമ്പോൾ അവർ മാറി നിൽക്കില്ല, അവർക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയണം, ഇത് കേൾക്കാൻ ആൾ വേണം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ സ്ത്രീകൾക്ക് വീട്ടിൽ എന്തെങ്കിലും നമ്മളോടൊരു കാര്യം പറയാൻ വന്നാൽ നമ്മളത് കേട്ടുകൊടുക്കാൻ ആണുങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്യാതെ നീ പോടി ഇപ്പോൾ എന്നോട് പറയണ്ട എന്ന് മാറ്റി നിർത്താതെ അവരുടെ ഫീലിംഗ് ഒക്കെ നമ്മളിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം, നമ്മൾ കേട്ട് കൊടുക്കണം, ഡിസ്കസ് ചെയ്യണം, അവരോട് കൂടി സംസാരിക്കണം. അതുപോലെ അപ്രിഷിയേഷൻ, ചെറിയ ചെറിയ നല്ല കാര്യം, നമുക്ക് വേണ്ടി അവർ കറി ഉണ്ടാക്കുന്നു, നല്ല ചോറുണ്ടാക്കുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, യൂട്യൂബിലൊക്കെ നോക്കി നല്ല നല്ല റെസിപ്പികൾ അവരുണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ നമ്മളത് കഴിക്കുന്നു, ഒന്നും പറയുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. ആണുങ്ങൾ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യണം. അവർ ചെയ്യുന്ന ചില നല്ല വർക്ക്, നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തുറന്ന് പറയാൻ കഴിയണം. അപ്പോഴാണ് അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹമുണ്ട്. പിന്നെ ലവ്, നമ്മളെപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്കൊരു ഫീലിംഗ് വരണം. നമ്മൾ സ്നേഹമുണ്ട് എന്ന് മനസ്സിൽ വെച്ച് നടന്നാൽ പോരാ. ആ സ്നേഹം അവരുടെ നീഡാണ് ലവ്. പെണ്ണുങ്ങളുടെ മറ്റൊരു ലീഡാണ് ലവ്. ആണുങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. സ്നേഹം ഒരുപാട് ആണുങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും, അത് പ്രകടിപ്പിക്കാൻ അറിയാതെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇല്ല എനിക്ക് പ്രശ്നമില്ല, സ്നേഹം ഉണ്ടല്ലോ എൻ്റെ ഭാര്യയോട്, ആര് പറഞ്ഞില്ല എന്ന്. പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ല, ആ ഉള്ളത് പ്രകടിപ്പിക്കാനുള്ള സ്കില്ല് വേണം. അപ്പോൾ നമ്മളെ സ്നേഹം ഉണ്ടെങ്കിൽ അത് പല നിലക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. അതിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയിലെല്ലാം നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പലതും നടക്കുന്നുണ്ട്. പക്ഷേ അവരോടുള്ള ലവ് പ്രകടിപ്പിക്കാൻ നമുക്ക് ആണുങ്ങൾക്ക് കഴിയണം. നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ബെറ്റർ ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. നല്ല സത്യസന്ധതയോടുള്ള ഓപ്പണായിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കണം. ഭാര്യയോട് ഇരുന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം പറയണം. അത് ഷെയർ യുവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഡെയിലി എക്സ്പീരിയൻസസ് ഓപ്പൺലി വിത്ത് ഈച്ച് അതർ. അതായത് നമ്മുടെ തോട്ട്സ് എന്താണ്, നമ്മുടെ എന്തൊക്കെ ചിന്ത നമുക്ക് വരുന്നത്, നമ്മുടെ ഫീലിംഗ് എന്താണ്, നമ്മൾ ഓരോ ദിവസം ഇന്നത്തെ എൻ്റെ ബിസിനസ്സിൽ നടന്ന എക്സ്പീരിയൻസ് എന്തൊക്കെ, എനിക്ക് ബുദ്ധിമുട്ട് വന്നോ, എനിക്ക് പോസിറ്റീവായോ നെഗറ്റീവായോ കാര്യങ്ങളെല്ലാം
ഭാര്യയോടിരുന്ന് സംസാരിക്കണം. ഭാര്യയ്ക്ക് ഇങ്ങനെ വന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഭാര്യ എന്തൊക്കെ ചെയ്തു അത് ഭർത്താവിനോട് പറയണം. ഓപ്പൺലി, ജെനുവിൻലി, ഹോണസ്റ്റ്ലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുമ്പോൾ കൂടുതൽ സ്നേഹം വരാൻ അതൊരു കാരണമാകുന്നു. പരസ്പരം സ്നേഹം കൂടാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം കൂടാൻ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗെദർ. രണ്ടാളും പരസ്പരം ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ അത് ഈ ഒരു അരമണിക്കൂർ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക്, ഇല്ലെങ്കിൽ ഭർത്താവ് ചിന്തിക്കുക ഈ ഒരു അരമണിക്കൂർ എനിക്ക് ഫുള്ളി എൻ്റെ ഭാര്യയുടെ കൂടെ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി. അത് ദിവസത്തിലൊരു കുറച്ച് സമയമാണെങ്കിലും ശരി, ക്വാളിറ്റി ടൈം നമ്മളെപ്പോഴും ചിന്തിക്കും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ സമയം, ക്വാളിറ്റി സമയം ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഇവർ ഭാര്യ ഭർത്താവ് സംസാരിക്കുമ്പോൾ ഇവന് ഫോൺ പിടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ഭാര്യ ഫോണിലായിരിക്കും. അങ്ങനല്ല, എല്ലാ ഡിസ്ട്രാക്ഷൻസും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് കംപ്ലീറ്റ് പരസ്പരം എന്ത് ചെയ്യുക, സമയം ചെലവ് ചെയ്യുക. അത് ഡെഡിക്കേറ്റ് ടൈം ടു ഡൂയിങ് ആക്ടിവിറ്റീസ് ദാറ്റ് യു ബോത്ത് എൻജോയ്. രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ ബുക്ക് വായിക്കലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും നല്ല മോട്ടിവേഷൻ വീഡിയോസ് ഒന്നിച്ചിരുന്ന് നോക്കലായിരിക്കും, കാണലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യുക. പിന്നെ അതുപോലെ ഫേവറേറ്റ് ഷോസ് നോക്കും പോലെ, എന്തെങ്കിലും നല്ല നല്ല അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നോക്കും പോലെ, അതുപോലെ ഗോയിങ് ഫോർ വാക്സ് ഓർ കുക്കിംഗ് ടുഗെദർ, ഒന്നിച്ചിട്ട് രണ്ടാളും പുറത്ത് നടക്കാൻ പോവുക അനുവദിക്കപ്പെട്ടതായ നിലയിൽ, അതുപോലെ ഒന്നിച്ച് കുക്ക് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ അത് ക്വാളിറ്റി ആയിട്ടാണ്. ആ സമയത്ത് മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഒന്നിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം ലിസൺ വിത്ത് എംപത്തി ആൻഡ് പേഷ്യൻസ്. നമ്മൾ രണ്ടാൾ പരസ്പരം, ഭർത്താവ് ഭാര്യയോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭാര്യ നല്ല സഹാനുഭൂതിയോടുകൂടെയും ക്ഷമയോടുകൂടെയും കേൾക്കുക ഭർത്താവിനെ. തിരിച്ച് ഭർത്താവ് അങ്ങനെ, ഭാര്യ എന്തെങ്കിലും പറയുകയാണെങ്കിലും അതും അങ്ങനെ സഹാനുഭൂതിയോടുകൂടെ ക്ഷമയോടുകൂടെ രണ്ടാൾ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തും ആ സമയത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ മൊബൈലിലുള്ള മെസ്സേജ് നോക്കാതെ, നോട്ടിഫിക്കേഷൻസ് ഒന്നും ഓപ്പൺ ചെയ്യാതെ അതെല്ലാം ഇത് മാറ്റി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഷോ എംപത്തി ബൈ അക്നോളജിങ് ദെയർ ഫീലിങ്സ്, അണ്ടർസ്റ്റാൻഡ് ദെയർ പെർസ്പെക്റ്റീവ്. അത് വളരെ പ്രധാനമാണ്. അവരുടെ എന്തെങ്കിലും, ഇപ്പോൾ ഭാര്യ എന്തെങ്കിലും ഒരു ഫീലിങ്സ് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ആ ഫീലിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നു. ചില ആളുകൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വേറെ, എൻ്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും, എൻ്റെ ഭാര്യയുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിനെ എൻ്റെ ഭാര്യ റെസ്പെക്റ്റ് ചെയ്യുന്നു, എൻ്റെ ഭാര്യയുടെ കാഴ്ചപ്പാടിനെ ഞാനും റെസ്പെക്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവിനെയും കൂടി റെസ്പെക്റ്റ് ചെയ്യുക എന്നതും വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം കൂടാൻ പിന്നെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം സപ്പോർട്ട് ഈച്ച് അതേഴ്സ് പേഴ്സണൽ ഗ്രോത്ത്. ഓരോരുത്തരുടെയും പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഭാര്യയുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, അവളെ എഡ്യൂക്കേഷന് വേണ്ടി, അവൾക്ക് പുതിയ സ്കില്ലുണ്ടാക്കാൻ വേണ്ടി, ഓൺലൈനിൽ അവൾ പഠിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ എന്താണ് അവൾ സ്കില്ലുണ്ടാക്കാൻ, അവൾ വളരാൻ, അവൾക്ക് ഇപ്പോൾ ഓൾറെഡി PG കഴിഞ്ഞ ആളാണ്, അവൾക്ക് PhD ചെയ്യണം. അതുപോലെ ഭർത്താവ് അങ്ങനെ അവൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ പരസ്പരമുള്ള പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി രണ്ടാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സഹായിക്കാം, ഭാര്യയുടെ ഭർത്താവ് എങ്ങനെ സഹായിക്കാം, ഭർത്താവിനെ ഭാര്യ എങ്ങനെ സഹായിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് സ്നേഹം പരസ്പരം കൂടുക. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എപ്പോഴും പൊട്ടിപ്പോവുകയില്ല. അവർ എപ്പോഴും ഒരു ഇൻറ്റിമസിയോടുകൂടെ ലൈഫ് ലോങ് ജീവിക്കുമെന്നതാണ് സൈക്കോളജി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹവും സന്തോഷവും വർദ്ധിക്കാൻ വേണ്ടി വളരെ പ്രധാനമായ ഒരു പോയിന്റാണ് ആറാമത്തെ പോയിന്റ്, റിസൈറ്റ് ദിക്ർ ടുഗെദർ. അതായത് ഇസ്ലാമിക് സ്കോളേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ് ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കൂടാൻ, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കൂടാൻ, സന്തോഷത്തോടും സ്നേഹത്തോടും രണ്ടുപേരും ജീവിക്കാനും, അവരുടെയുള്ള പിണക്കങ്ങൾ മാറി നിൽക്കാനും. ചിലപ്പോൾ ഈ പിണക്കങ്ങൾ, ഈ സൈക്കോളജിക്കലായ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. അതിനു പുറമെ സന്തോഷത്തോടും സുഖത്തോടും സൗഹാർദ്ദത്തോടും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കാൻ വേണ്ടി മാരണം ചെയ്യുന്ന ആളുകൾ വേറൊരു ഭാഗത്തുണ്ട്. അതുപോലെ പിശാചുക്കൾ, അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കൽ. അവർക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഒന്നും ഇവിടെ അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്കത് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ പിശാചിയുടെ ശല്യം കൊണ്ടോ, സിഹിർ കാരണം കൊണ്ടോ, കണ്ണേറ് കാരണം കൊണ്ടോ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോകാനുള്ള കാരണമുണ്ടാകും. അവർ തെറ്റി നിൽക്കാനുള്ള കാരണങ്ങളുണ്ടാകും. അതുകൊണ്ട് അവരെ യോജിപ്പിക്കാനും അവരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയാനുമുള്ള പല നിർദ്ദേശങ്ങളും
അതിനാവശ്യമുള്ള ഉപദേശങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഓരോന്നായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കുറവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കുറവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.